പോട്ടെ സർ. ആരാണത്? പപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ മുപ്പിലാണ് നിക്കടാ അവിടെ. ചാടിക്കെട്ടി ഇടതുകാല് മുന്നോട്ട് വെച്ച് വലതുകാല് മുന്നോട്ട് വെച്ച് തിരിഞ്ഞു ചാടി. ഇടതുകാല് മുന്നോട്ട് വെച്ച് വലതുകാല് പിന്നോട്ട് വെച്ച് കടകം പറിച്ചു. അളിയാ എന്താ? വെറുതെ അല്ല അളിയനെ തച്ചോളി വർഗീസെന്ന് വിളിക്കുന്നേ. ഒറിജിനൽ തച്ചോളി ഒതേനെ പോലും ഇത്രയും വരികയില്ല. ഇത് കളരിയാ. അളിയൻ വീട്ടിലോട്ട് പോ. അത് പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. മാത്രമല്ല ഇന്ന് തന്നെ നമുക്കങ്ങ് ഏത് വയനാട്ടിലേക്ക് പോയേ പറ്റൂ. ഇന്ന് തിരിച്ചാ എങ്ങനെയാണേലും നാളെ ഉച്ചയ്ക്കും അങ്ങ് എത്താലോ. അതെ, ഇത് വീട്ടുകാര്യം പറയാനുള്ള സ്ഥലമല്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. അത് പോട്ടെ, എവൻ എന്നെ ആളിയാ കളരി കയറാതെ പുറത്ത് തൊളിഞ്ഞു നോക്കുന്നേ. അവന് ഇതിനകത്ത് കയറിയ നില ഉറക്കിയല്ല. ഏകലവ്യന്റെ ജന്മമാ. എല്ലാം ഒളിഞ്ഞു നോക്കിയാലേ അവൻ കാണൂ. ആ തള്ളയുടെ സ്വഭാവം തന്നെയാ ചെറുക്കനും കിട്ടിയിരിക്കുന്നത്. പണ്ട് ജോണിമോന്റെ പ്രായത്തില് ഓമനക്ക് ഈ ഒളിഞ്ഞു നോട്ടം ഉണ്ടായിരുന്നു. ഒളിഞ്ഞു നോക്കാൻ നിന്നാ വേണ്ടാത്തതൊക്കെ അല്ലേ കാണൂ. പെണ്ണാണെങ്കി നാണമില്ലാതെ ഒക്കെ അങ്ങ് വിളിച്ചു പറയുകയും ചെയ്യും. ഒരിക്കൽ ഞാനും പിള്ളേരുടെ അപ്പനും അങ്ങ് വല്ലാതായി പോയെന്ന്. അമ്മച്ചക്ക് ജീവനാണെന്ന് പറഞ്ഞ് ഓമന മെനക്കെട്ടിരുന്നുണ്ടാക്കിയതാ. എന്നതാ? അപ്പലോസുണ്ട് അച്ചപ്പോ. അവക്ക് എന്നെ കൊണ്ട് ഏതാണ്ട് കാര്യം സാധിക്കാനുണ്ട്. അതിനായി ഉണ്ടേം കുഴലും കൊടച്ചക്രമൊക്കെ. എന്നതാ മാത്തുക്കുട്ടിയെ, നീ എന്നതാന്ന് പറ. ഈ അടിയും തടയൊക്കെ അറിയാവുന്ന ഒരു അളിയിലിരിക്കുമ്പോ കണ്ട ഊച്ചാലിലെടുത്ത് നമുക്കങ്ങ് തോറ്റു കൊടുക്കാൻ ഒക്കൂ. ഇതെന്നതാ മാത്തുക്കുട്ടിയെ? നീയും കെട്ടിയോളും കൂടെ കൃഷി ചെയ്ത് ജീവിക്കാനാണോ പോയത്, അതോ അതിര് തർക്കത്തിനും വക്കാണത്തിനും ആളെ കൂട്ടാനോ? എന്റെ അമ്പച്ചിയെ, ഇത് മാത്തൂട്ടിയുടെ ഓമനയുടെ മാത്രം പ്രശ്നമല്ല, കുടിയേറ്റക്കാരുടെ അസ്താദുകളുടെ മുഴുവൻ പ്രശ്നമാ. അവിടുത്തെ അന്യജാതിക്കാരും മുള്ളും മടക്കി കൊടുത്ത് മീശയും പിരിച്ച് ആരാടാതെ ചോദിക്കുമ്പോ നമ്മൾ എന്നാ വേണം? ഓശാല പാടണോ?
നിന്റെ മൂക്കിന് താഴെ ഏതാണ്ട് പറ്റിയിരിക്കുന്നു. തുടച്ചു കള. ഏ പോയോ പച്ചി? ഓ, അത് മീശയായിരുന്നോ? എന്നാ പോയി ചെരച്ചു കള. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. ഒരുത്തൻ തിരിഞ്ഞു നിന്ന് ആരാടാന്ന് ചോദിച്ചാ നീ ആരാടാന്ന് തിരിച്ചു ചോദിക്കണം. വേണം, ചോദിക്കണം. അത് ഞാൻ ചോദിക്കുന്നതും തച്ചോളി വർഗീസ് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വർഗീസ് ആരാ? അന്യനാണോ? ഓമനയുടെ നേതാക്കളല്ലയോ? അവളിതിനെ എത്ര കത്തയച്ചു, എത്ര പേരെ പറഞ്ഞയച്ചു, എന്നിട്ട് അളിയിലെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഒരൊറ്റ തവണ അവിടം വരെ വന്നിരുന്നെങ്കിൽ അവന്മാർ ഇത്രയും കേരങ്ങ് മൂക്കയിലായിരുന്നു. ഇനി ഇപ്പൊ എന്ത് തടസ്സം ഉണ്ടായാലും ശരി, അളിയിലേയും കൊണ്ടേ ഞാൻ പോകൂ. അമ്മച്ചി ഒന്ന് കടുപ്പിച്ചു പറഞ്ഞാ മതി, അവൻ വരും. വരും വരും. അവന്റെ അപ്പനുണ്ടല്ലോ, നടുവിലെ കുന്നിൽ കളരി ഗുരുക്കൾ അഗസ്ത്യൻ വൈദ്യൻ. അതിയാനേക്കാൾ 7 മടങ്ങിന് മനസ്സുറപ്പുള്ളവനാ വർഗീസ്. കളരിയുടെ നേരും നെറിയും വിട്ട് ഒരു കാര്യത്തിനും അവനെ കിട്ടുകയില്ല. അതിന് നിങ്ങൾ ആരും മഞ്ഞുകൊള്ളുകയും വേണ്ട. ചേടാ, ഞാൻ പിന്നെ എങ്ങനാ തിരിച്ചു പോകുന്നേ? മാത്തുക്കുട്ടി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, ആ പുത്തൂരാനെ വിളിച്ചോണ്ട് പോ. എന്നാത്തിന്? എന്നാത്തിനാന്നോ? അയ്യോടി, അവൻ അന്യനൊന്നും അല്ലല്ലോ, നിന്റെ പെമ്പിളയുടെ അനിയത്തിയുടെ കെട്ടിയോനല്ലയോ? പിന്നെ ആ, നിനക്കെന്താ ഒരു പുജ്ഞം? അവൻ ചില്ലറക്കാരനാണോ? ഒന്നുമില്ലേലും അവൻ വലിയൊരു കളരിക്കാരനല്ലയോ? മെയ് കണ്ണാകണം. നോട്ടമുണ്ടല്ലോ, അത് ശത്രുവിന്റെ കണ്ണിൽ നിന്നും മാറ്റരുത്. കണ്ണിൽ നോക്കി അവൻ എത്രക്കാരനാണെന്ന് അറിയണം. എന്നിട്ട് ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി വലത്തെ കൈ കൊണ്ട് കത്തി കത്തി. ഗുരുക്കളെ, ഇത് ഒന്നുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ, അപ്പൊ വേദന അങ്ങ് പോകും. ബാറ്റാ, കരീമേ, പുത്തൂരൻ കളരിയും തച്ചോളി കളരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളെ പോലെ ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരെ വർഗീസ് അങ്ങോട്ട് കയറ്റുകയില്ല. അത് തന്നെ. അതെ, അത് നിന്റെയൊക്കെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. എന്നതാ? നിന്റെ ആങ്ങളുടെ കളരിയിൽ ഇവന്മാരി ഒന്ന് പെട്ടിരുന്നെങ്കിൽ നീയൊക്കെ തല്ലാൻ കൊള്ളാത്ത പരുവത്തിലായനെ. പിന്നെ വല്ല ചവിട്ട് നാടകത്തിനും പറ്റിയനെ. ചുമ്മാതല്ല കർത്താവ് ഇടയ്ക്കിടയ്ക്ക് കുഴ പിടിച്ച് തിരിക്കുന്നത്. എന്റെ അപ്പന്റെ മനപ്രാക്കൊണ്ടാ ഇങ്ങർക്ക് ഗതി പിടിക്കാത്തത്. പോടി അവിടുന്ന്. നിന്റെ അപ്പന്റെ പ്രാക്കൊന്ന് ഈ പുത്തൂരാൻ ഏശുകല. എന്തോ? സത്യത്തിൽ എന്റെ ഗുരുക്കൾ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലേ. അവളുടെ അപ്പനൊന്നുമല്ല, പിന്നെ സാക്ഷാൽ മതിലൂർ രാജൻ പണിക്കർ. അത് നിങ്ങൾ വരുത്തന്മാർക്കറിയല. രാജൻ പണിക്കർ ആരാണെന്ന് പുലിക്കാർപ്പിനോട് ചോദിച്ചു നോക്ക്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതാ രാജൻ പണിക്കർ. അത് നേരാ. ആശാന്റെ നെഞ്ചത്തിട്ട് ചവിട്ടിയ ചല്ലയോ അയാള് രായ്ക്ക് രാമന് നാടുവിട്ട് ഓടിയത്? രാജൻ പണിക്കർ പിന്നെ എന്നെ വേണോടി? നിന്റെ അപ്പന്റെ പിന്നാലെ എന്തും വാല് മാറ്റിക്കൊണ്ട് നടക്കണമായിരുന്നു. ആഹാ, ഓമനേച്ചിയെ കെട്ടിക്കാൻ വെച്ചെന്ന് കാശും പണ്ടോ എടുത്തോണ്ടാ ആ തെണ്ടി നാട് വിട്ടത്. ആ ചതി ഓർത്ത് തീ തിന്നാ എന്റെ അപ്പൻ നേരത്തെ അങ്ങ് പോയത്. ആ, അതുകൊണ്ട് നിന്റെ അപ്പനും രക്ഷപ്പെട്ടു, രാജൻ പണിക്കരും രക്ഷപ്പെട്ടു. മദ്രാസിൽ അയാളിപ്പോ ഒന്നാന്തരം ഒരു കളരി നടത്തുക. അതേ, വെറും കളരിയല്ല, കരാട്ടയും അല്ലറ ചില്ലറ മുറകളൊക്കെ ചേർന്ന് ഇടപാടാ. എന്നാ പറ്റി? അവക്ക് കലികേറിയതോണ്ട് എന്റെ ഉളുക്കങ്ങ് മാറി. അതുകൊണ്ട് ആങ്ങളുടെ അടുത്ത് പോവാതെ രക്ഷപ്പെട്ടു. ആങ്ങള അവന് തീരുമാനറിയായിരിക്കും. പക്ഷേ ഒരഭ്യാസിയായിട്ട് ഞാൻ രാജമണിക്കരം അവനെ വഹിച്ചു കൊടുക്കില്ല. കളരിന്ന് വെച്ചാ അവനാണെന്നൊരു അഹങ്കാരമുണ്ട്. എന്റെ രാജമണിക്കരുടെ നേർക്കേറെ നിൽക്കുകയല്ല, നിന്ന മൂത്രൊഴിക്കും. കാരുണ്യവാനായ ദൈവമേ, ഈ ലോകത്ത് നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസൻ സണ്ണിയുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഈ ആളെ എല്ലാ പാപങ്ങളിലും നിന്ന് മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. ഈ സഹോദരന്റെ ആത്മാവും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ശവമടക്ക് അവിടെ വെച്ച് തന്നെ നടത്തിയത് മനഃപൂർവ്വം. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അച്ഛൻ പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നു. മദ്രാസിൽ ഞാൻ കാലുകുത്തിയ നിമിഷം മുതൽ എന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിന്റെ ശിഷ്യനുണ്ടായിരുന്നു ശ്യാം. ഇത്രയും ആത്മാർത്ഥതയും സഹകരണവും ഒരിക്കലും ഞാൻ അവനിൽ പ്രതീക്ഷിച്ചതല്ല. അവൻ ശരിക്കും നിന്റെ ശിഷ്യൻ തന്നെയാ. ആ പിന്നെ സണ്ണിമോന്റെ മരണം അത് അപകടമാണെന്നും
അല്ല, ആത്മഹത്യയാണെന്നും നേരെന്താണെന്ന് കർത്താവിന് മാത്രമേ അറിയൂ. അവന്റെ സമയം കഴിഞ്ഞു. കർത്താവ് അവനെ തിരിച്ചു വിളിച്ചു. നമുക്ക് അങ്ങനെ അങ്ങ് സമാധാനിക്കാം. ആഹാ, ആരായത്? കേറി വന്നാട്ടെ, അകത്തോട്ടിരിക്കാം. ഏലിയാമോ, ഓ, ഈ ഇടവകയിലുള്ളവരുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾ ഈ വർഗീസ് എന്നത്തിന് ഇടപെടുന്നത്? ത്രേസി ഇരുന്നാട്ടെ. അനാഥാലയത്തിൽ ചെറുക്കൻ ആത്മഹത്യ ചെയ്താണെന്ന് അവനിപ്പോ പറഞ്ഞു നടക്കുന്നത്. അത് പോട്ടെ, കണ്ടവന്റെ കട തുറപ്പിക്കാൻ അവൻ എന്നത്തിന് നടക്കുന്നേ? അത് നെറിയടല്ലോ ഏലിയമ്മേ. അവൻ നേരുള്ളവനാ. അവറാച്ചൻ മുതലാളിക്ക് അറിയാവല്ലോ. അവന്റെ അപ്പം നെറിയേടിന് കൂട്ടു നിന്നിട്ടുണ്ടോ? എന്നെ ഒന്നും മിണ്ടാത്തെ. ഓ, ഞാൻ ഭാരതി നോക്കുക. പരതണ്ട പരതിയാ കിട്ടുകയില്ല. അതല്ല എന്റെ ഏലിയമ്മേ, പിന്നെ ഞാൻ ആ നക്സലുകാരുടെ വെടിയുണ്ട് തപ്പുക. അത് കൈ തടഞ്ഞാലേ വർത്താനത്തിന് ഉഷാറ് വരും. എന്നായാലും അന്ന് നക്സലുകാർ അവറാച്ചൻ മുതലാളിയെ വെടിവെച്ചത് കൊണ്ട് അങ്ങനെ ഒരു കുണം കിട്ടി. ആ, കിട്ടി. ഓ, സമാധാനായി. ഏലിയമ്മേ, വർഗീസിനെ ഇങ്ങനെ വിട്ടാ പറ്റിയല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ അരിക്കച്ചോടും അബ്കാരി ഇടപാടും കൊഞ്ചും കൃഷിയൊക്കെ ഒരാൾ തനിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. അതിനാ രാജമണിക്കൊരു കൂടില്ലയോ? പിന്നെന്നാ വേണം? ഓ, അവൻ കൂലിക്ക് ഇതെല്ലാം നടക്കുന്ന അലവലാതിയല്ലയോ? എന്റെ നിവൃത്തിയോടുണ്ട് നമ്പുന്നല്ലാതെ എന്നോട് കൂറ് കാണിക്കുക. അവനാരാ? എന്റെ മരുമോനോ? അവനെ മദ്രാസിൽ ഞാൻ ഇങ്ങോട്ട് വലിക്കാൻ പോവാ. ഇവിടെ എന്റെ നോട്ടപ്പാട് നിന്നില്ലെങ്കിൽ അവൻ എന്നെ കൂടെ അങ്ങ് വിഴുങ്ങും. അവൻ അണ്ടക്കരണമില്ലാത്തവനാ. എന്റെ വർഗീസിന് പോലും പറഞ്ഞു കൊടുക്കാത്ത അടവുകൾ അവന്റെ അപ്പം പഠിപ്പിച്ചു കൊടുത്തത് രാജനാ. എന്നിട്ട് അവൻ തിരിച്ച് എന്നതാ ചെയ്തതെന്ന് അവറാച്ചൻ മുതലാളിക്ക് അറിയാവില്ല. പൊന്നും പണവും പോയത് ഓർത്തല്ല, അവൻ ചതിച്ചല്ലോ എന്ന് ഓർത്തിട്ടാ അത് ഞാൻ നേറി ചത്തത്. പക്ഷെ ഈ വലിയറയ്ക്കൽ അവറാച്ചനെ ചതിക്കണമെങ്കില് അവൻ ഇനി ഒരു 7 ജന്മം ജനിക്കണം. അത് മുൻകൂട്ടി കണ്ടിട്ട് ആ വർഗീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ രണ്ടു കൂട്ടരും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആനിക്കും വർഗീസിനും പ്രായം കൂടിക്കൂടി വരികയല്ലയോ. കല്യാണം കഴിഞ്ഞാൽ മദ്രാസിലെ ബിസിനസ് അവനെ ഏൽപ്പിക്കാനാ എന്റെ പ്ലാൻ. MA ഇംഗ്ലീഷൊക്കെ ഉള്ളതുകൊണ്ട് അവനവിടെ കത്തിക്കേറും. ആനിമോടെ വിശേഷം എന്തുണ്ട്? ഇനി വരാറായില്ലയോ? ഈ BAക്ക് MAക്ക് പഠിക്കുന്നവരാണോ കലാക്ഷേത്രത്തിലെ പഠിത്തം? എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിട്ട് വിട്ടതല്ല. പിന്നെ ഭരതനാട്യം ചവിട്ടുന്നതുകൊണ്ട് ശരീരത്തിന് ഒരു ഒതുക്കവും ഒരു ആരോഗ്യം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെന്ന് വെച്ചു. പിന്നെ ഒരു ക്രിസ്ത്യാനി കോച്ച് ഇന്നത്തെ കാലത്ത് ഭരതനാട്യം തുള്ളുക എന്നൊക്കെ പറഞ്ഞ ഒരു അന്തസ്സല്ലയോ? എന്തിനാ അത് വേണ്ടെന്ന് നോക്കുന്നേ? വർഗീസിന്റെ കളരിയും ഇവിടെ ഭരതനാട്യം ഇവിടെ ആകുമ്പോ നല്ല നേർച്ചയായിരിക്കും. ഇടത്തേതിൽ ഒളവ് വെട്ടി നീട്ടി മാറി, ഓതിരം ഒളവ് വെട്ടി നീട്ടി കയറി 4 വെട്ടി നീട്ടി മാറി, 4 വെട്ടി നീട്ടി എടുത്ത് ഒളവിന് ചേർന്ന് കൈക്ക് വെച്ച് തള്ളി. ആ, ഒളവിന് ചേർന്ന് മലർന്ന് തിരിഞ്ഞ് ചേർന്ന് തിരിഞ്ഞ് മാറിന് കണ്ടു നീട്ടി കട്ടാരം വീതെടുത്ത് വലത്ത് കയറി വീതെടുത്ത് ഇടത്ത് കയറി വലത്ത് വെച്ച് നീട്ടി ഒളവിന് ചേർന്ന് വലത്തേതിൽ ഓതിരം വെട്ടി നീട്ടി. മോനെ വർഗീസേ, ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ പരിചയം എടുത്ത് പിടിക്കരുത്. എന്നതാടാ ഒളിഞ്ഞു നോക്കുന്നേ? ഒരാപ്പുറത്ത് വലിയറയ്ക്കൽ അവറാച്ചന്റെ മോള് ആനിക്കുട്ടി അമ്മച്ചിക്ക് ഇഷ്ടമാണോ? ഏലിയാമ്മേ, ഇത് പറ, ആനിക്കുട്ടി എങ്ങനെ? അവള് ആള് കേമിയാ. പെമ്പിള്ളാരായാൽ അങ്ങനെ വേണം. അവളിനി കളരി പഠിക്കാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വരാനിരിക്കുവാ. അതെ, അവള് സ്വന്തം ഇഷ്ടത്തിന് വരുവാന്നോ അതോ അമ്മച്ചിയും അവറാച്ചൻ മുതലാളിയും കൂടെ അവളെ കച്ച കെട്ടി ചിറക്കുവാന്നോ? അവള് കളരിയിൽ എന്തോ ലിസർച്ച് ചെയ്യാനോ മറ്റോ വരുവാ. ലിസർച്ച് ചെയ്യാൻ എന്താ? ഒന്നുമില്ല. അല്ലാതെ നിന്നെ മയക്കാനൊന്നും വരുവല്ല. വന്നോട്ടെ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അവളെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കണ്ട, അത് നടക്കില്ല. അവ
അവക്ക് എന്നതാടാ ഒരു കുഴപ്പം? അവക്കൊരു കുഴപ്പമില്ല. അവളുടെ അപ്പനാ കുഴപ്പം. അയാൾ ആ രാജൻ പണിക്കരെ വിലക്കെടുത്ത പോലെ എന്നെ വിലക്കെടുക്കാൻ നോക്കുക. അത് നടക്കുകയില്ല. എടാ മോനെ, രാജൻ പണിക്കരാരാ നീ ആരാണെന്ന് അവറാച്ച മുതലാളിക്ക് നല്ലോണം അറിയാം. നീ അങ്ങേരുടെ മരുമോനായിട്ട് വേണം രാജൻ പണിക്കരെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഇത് അവറാച്ചന്റെ ആഗ്രഹമല്ല, എന്റെ ആഗ്രഹവും. ഈ വർഗീസ് അച്ഛൻ ഒരു ഭയങ്കരനാ, എന്നെ മൈൻഡ് ചെയ്യത്തേയില്ല. മോൾ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ അവന്റെ ഓരോ അടവുകളല്ലയോ. ഞാൻ തലശ്ശേരി പോയി അവിടുത്തെ കളരി പഠിക്കാൻ പോവാ. മോള് വർഗീസിന്റെ കളരി തന്നെ പഠിക്കണം. അതെ, എന്റെ അവറാച്ച മുതലാളിയുടെ ഒരു ആവശ്യമാ, അറിയാവോ? എന്നതാ? മോക്ക് അവനെ ഇഷ്ടമല്ലയോ? ഇതാ എനിക്ക് പിടിക്കാത്തത്. ഇഷ്ടമാണെന്ന് പറയാൻ മേലെങ്കിൽ ദാ എന്നെ ഒന്ന് പിച്ചിക്കോ. ഈശോ, ഓ, എന്നാ വേദനയാ. ശരി, അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നാലേ അവനാണെങ്കി ഈ ജന്മം പെണ്ണ് കെട്ടുകയിലാന്ന് വാശി പിടിച്ചിരിക്കുക. അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റുകയല്ലോ. ശരിയാ, അവനെ കൊണ്ട് നീ അടിയറവ് പറയിക്കണം. അവന്റെ അപ്പനുണ്ടല്ലോ, നടുവിലെ കുന്നിൽ കളരി കുരുക്കൾ അഗസ്ത്യൻ വൈദ്യൻ. ഈ പെണ്ണെന്ന് കേട്ടാ അപ്പ ഉറുമിയെടുത്ത് വീശുന്ന കൂട്ടത്തിലായിരുന്നു. ഒടുവിൽ ഈ ഏലിയമ്മ ഇടത് വീശി വലത് വീശി വലിഞ്ഞമർന്ന് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആ വരുതിക്കേ നടക്കുന്നായി, അറിയാവോ? പെണ്ണിന്റെ ചന്തവും ഡാൻസും കൂത്തുമൊക്കെയാ അവരുടെ ഉറുമിയും വാളുമൊക്കെ. മേനകാന്നും പറഞ്ഞൊരു മാലാഹ കൊച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവളെ വലിയൊരു പുണ്യാളനുണ്ടായിരുന്നല്ലോ, എന്നതായുടെ പേര്? മിശികാപുത്രൻ. അയ്യോ അമ്മച്ചി, മിശികാപുത്രനല്ല, വിശ്വാമിത്രൻ. ആ, എന്നാ മാങ്ങാത്തൊലിയെങ്കിലും ആവട്ടെ. അവൾ അയാളെ കൊണ്ടൊരു കൊച്ചിനെ ഉണ്ടാക്കി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മണവാളന്റെ കുപ്പായം ഇടിയിച്ച് നീ അവനെ അൾത്താരയുടെ മുന്നേ കൊണ്ടുവന്ന് നിർത്തണം. ഏറ്റോന്ന് പറയാൻ മേലെങ്കിൽ